മാർക്കറ്റ് നമുക്ക് നോക്കുവാണെങ്കിൽ ഇവിടെ ഒരു ഗ്യാപ്പ് അപ്പ് ആയിട്ട് ഓപ്പണായി. അതിനുശേഷം 25,200 ഒരു റെസിസ്റ്റൻസ് ആയിട്ടാണ് ഓപ്പൺ ഇൻട്രസ്റ്റ് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു 25,150 ഒന്ന് ബൗൺസ് ചെയ്ത് 25,200 എത്തി. അതിനുശേഷം 25,200 റെസിസ്റ്റൻസ് ആയതുകൊണ്ട് ഞാനിവിടെ ഒരു ബെയർ കോൾ സ്പ്രെഡാണ് ചെയ്തത്. അതായത് 25,200 കോൾ ഓപ്ഷൻ സെല്ല് ചെയ്തു, 25,400 കോൾ ഓപ്ഷൻ ബൈ ചെയ്തു, അത് ഹെഡ്ജ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കുവാണെങ്കിൽ ഇതിൻ്റെ പ്രോബബിലിറ്റി ഓഫ് പ്രോഫിറ്റ് 67% ആണ്. മാക്സിമം പ്രോഫിറ്റ് കുറവാണ്, കാരണം നമുക്ക് ഈ 29 പോയിൻറ്റ്സേ പ്രീമിയം ആയിട്ട് കിട്ടുള്ളൂ. അതേസമയം നമുക്ക് ഇതിന് 25,200 എബോവ് നിഫ്റ്റി ക്ലോസ് ചെയ്യുവാണെങ്കിൽ ഞാൻ എൻ്റെ പൊസിഷൻ അവിടെ എക്സിറ്റ് ചെയ്യും. നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. പൊസിഷൻസ് നോക്കുവാണെങ്കിൽ ഒറ്റ ലോട്ടാണ് ചെയ്തിരിക്കുന്നത്. 25,200 എൻ്റെ ഓർഡർ 27.35 ഈ ഒരു 25,150 ഒരു സപ്പോർട്ടായിട്ടാണ് ആക്ട് ചെയ്യുന്നത്.
ഞാൻ എൻ്റെ ഒരു പൊസിഷന് എക്സിറ്റ് ചെയ്തു. എൻ്റെ ഒരു പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഇതാണ്. ഞാൻ എക്സിറ്റ് ചെയ്ത അതിൻ്റെ ഒരു ഓർഡർ എന്ന് പറയുന്നത് ഞാൻ 12 റുപ്പീസ് പ്രീമിയം ആ ഒരു റേഞ്ചിൽ എക്സിറ്റ് ചെയ്തു. അതായത് ഈ ഒരു റേഞ്ചിൽ എക്സിറ്റ് ചെയ്താണ്. ഇവിടെ ഒരു സപ്പോർട്ട് ഏരിയ ആണ്, വീണ്ടും ചെറിയൊരു ബൗൺസ് വരാം. പക്ഷേ എന്നിരുന്നാലും ഇതിൽ ഇൻ ബിറ്റ്വീൻ 24,150 ആൻഡ് 24,200 ആയിരിക്കാം ഇത് എക്സ്പയർ ആകുന്നതെന്നുള്ളൊരു എക്സ്പെക്റ്റേഷൻ എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷേ അത് ഹോൾഡ് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ ആ ഒരു പോയിന്റിലവിടെ എക്സിറ്റ് ചെയ്തു. ഇപ്പം നമുക്ക് നോക്കുവാണെങ്കിൽ വീണ്ടും നല്ല രീതിയിൽ ഡി കെ വരുന്നുണ്ട്. നമ്മൾ ആ ഫുള്ളായിട്ട് അതിൻ്റെ ഒരു പ്രീമിയം ഡി കെ ക്യാപ്ചർ ചെയ്യാനായിട്ട് എനിക്ക് പറ്റിയില്ല. എനിവേ ഒക്കെ ട്രേഡേഴ്സ്, വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു.